പിന്നെ നിരാലംബരായിട്ടുള്ള 2 കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് 24 ചാനലിന്റെ ഡയറക്ടർ പറഞ്ഞ് ബഹുമാനപ്പെട്ട ശ്രീ ആർ ശ്രീകണ്ഠൻ നായരും ശ്രീ ആലോചിച്ച് നോക്കണം. ഞാൻ അങ്ങനെ ഒരു ഇത് ഇങ്ങോട്ട് ഇട്ട് തന്നത് യഥാർത്ഥത്തിൽ ഇത് നിങ്ങൾക്ക് ആർക്കും അല്ല കേട്ടോ. നിങ്ങൾക്ക് ഈ ബ്ലോഗം വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, ഞാൻ ഷെഫിനത്തൊക്കെ വേണ്ടി തന്നെയാണ് ആ വോയിസ് ഇട്ടത്. നിങ്ങളടുത്ത് ഞാൻ ഇപ്പം ചോദിച്ചു, ഫിറോസ് നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അവിടെ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ പിന്നെ അവിടെ പോയി പറയാൻ ചോദിക്കുമെന്ന് വെച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളാണെങ്കിൽ അത് ചെയ്യില്ല. അപ്പൊ രേണു അത് ചെയ്തപ്പം ആഹാ അല്ലേ, സൂപ്പർ. അല്ല, അങ്ങനല്ല അതിനകത്ത് വേറെ ഒരു അവളെ കണക്കല്ലല്ലോ നമ്മളൊരു ഫീൽഡിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ഒരു ഭർത്താവിന്റെ പോലെ വീഡിയോന്റെ ഇൻട്രോ കണ്ട സമയത്ത് എന്തായാലും ചാൻസ് ഉണ്ട് കുറച്ച് ആൾക്കാരെങ്കിലും വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാൻ. കാരണം റീസെന്റ് ഞാൻ ഇട്ടിട്ടുള്ള രേണുസുതിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 വീഡിയോന്റെ താഴെ കുറച്ച് കമന്റുകൾ ഞാൻ ശ്രദ്ധിച്ചു. ഈ കോണ്ടന്റ് വേണ്ട, ഞങ്ങൾ താല്പര്യമില്ല, ഞങ്ങൾ കണ്ടു മടുത്തു, ഒന്ന് നിർത്തുവോ, എത്രയായി കണ്ടുകൊണ്ട് നിൽക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രേണുസുധീനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ, എന്തൊരു വെറുപ്പിക്കലാണ്, എല്ലാം നാം കാണുന്നുണ്ട്. പക്ഷെ ഇതിലൊരു കമന്റ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങളുടെ ചാനലിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് എന്നാണ് ഞാൻ കരുതിയത്. കാരണം പല വിഷയങ്ങളിലും നിങ്ങൾ സംസാരിക്കുന്ന കേട്ടപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തിരുന്നു. പക്ഷെ നിങ്ങളും എല്ലാവരെയും പോലെ രേണുസുധിയുടെ കൂറ വിഷയം എടുത്ത് സംസാരിക്കാൻ തുടങ്ങിയല്ലോ എന്ന രീതിയിലൊക്കെ കേട്ടു. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന ഒരു വിഷയം എനിക്ക് കൂറയല്ല. എല്ലാ വിഷയത്തിനും അതിൻ്റെതായ പ്രയോറിറ്റി ഉണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് രേണുസുധിയുടെ വിഷയം സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ അതിൽ സോഷ്യലി റെലവൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം കൺവേ ചെയ്യാനുണ്ടാവും. ഈ അടുത്ത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ രേണുസുധി ഓൺലൈൻ മീഡിയക്കാരുടെ ചോദ്യങ്ങൾക്ക് കൊടുക്കുന്ന കുറേ മറുപടിയാണ്. അതിൽ കൂടെ ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മീഡിയക്കാർ പലതും വന്ന് ചോദിക്കും, മറുപടി കൊടുക്കണോ കൊടുക്കണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. യുക്തിപരമായി മറുപടി കൊടുക്കാൻ ശ്രമിക്കുക. രണ്ടാമത്, മദ്യത്തെക്കുറിച്ച് ഭയങ്കര ഘോരഘോര പ്രസംഗിച്ച ഒരു സാധനം രേണുസുധിയിൽ കണ്ടു. 2 പെഗ് അടിക്കുന്നതിന് എന്താ എൻ്റെ ഫേവറേറ്റ് മാജിക് മൊമെന്റ് ആണ്. അതിൽ ഞാൻ ഉദ്ദേശിച്ചത് മദ്യം എന്ന് പറയുന്ന ഒരു സാധനം ഇന്ന് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിപത്തിനെ കുറിച്ചിട്ട് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം കഴിഞ്ഞ 3 കൊല്ലമായിട്ട് അല്ല 3.5 കൊല്ലമായിട്ട് ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ടും കാര്യം അറിയാം. അപ്പോൾ ഒരിക്കലും വളരെ സിമ്പിളായിട്ട് സോഷ്യലൈസ് ചെയ്യുന്ന രീതിയിൽ പറയരുത്. കാണുന്ന ആൾക്കാരിലോട്ട് കൺവേ ചെയ്യുന്ന ഒരുപാട് ബാഡ് മെസ്സേജ് ഉണ്ട്. സിനിമയിൽ തന്നെ മദ്യം എന്ന് പറയുന്ന ഒരു സാധനം പോർട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ താഴെ എഴുതി കാട്ടും ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നുള്ള. രേണുവിൻ്റെ ഒക്കെ ഇന്റർവ്യൂവിൻ്റെ താഴെ അതൊക്കെ എഴുതണം എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ വിഷയം ഞാനിവിടെ സംസാരിക്കുന്നത് മെയിനായിട്ട് 3 കാര്യങ്ങൾ കൺവേ ചെയ്യാനാണ്. അഹങ്കാരം തലയ്ക്ക് പിടിച്ചാൽ എന്ത് സംഭവിക്കും? രണ്ടാമത്തത്, നന്ദികേട് എവിടെ നിന്ന് പഠിക്കണം, കോണ്ടാക്ട് രേണുസുധി. മൂന്നാമത്തത്, കൂടെ നിൽക്കുന്ന ഒരുത്തനെയും ഒരു കാലത്തും നമ്പാൻ പാടില്ല എന്നുള്ള റിയലൈസേഷൻ. സോ ഇങ്ങനെ കുറേ വിഷയങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളത്. സോ ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ നമുക്ക് ആദ്യം വീഡിയോയിലോട്ട് പോകാം. ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാനൊരു കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സജ്ന. ഈ സജ്ന റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ അധികമൊന്നും കണ്ടിട്ടില്ല. പക്ഷേ റീസെൻ്റ്ലി രേണുസുധീൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിൽ എനിക്ക് സജ്ന തന്നെയാണോ എന്നെനിക്ക് ഐഡിയ കിട്ടുന്നില്ല. ഞാനത് എടുത്ത് റിയാക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് മുമ്പാണ് കണ്ടത്. രേണുസുധീൻ്റെ കൂടെ ഒരു ഇൻഫ്ലുവൻസർ പോലെ ഒരാൾ നിൽക്കുകയാണ്. ഇനി രേണുസുധീൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ചോദിക്കാൻ വരും, ഞങ്ങളൊക്കെ നല്ല രീതിയിൽ പറയും എന്ന് പറഞ്ഞ് ഷെഫീനേനെ മോശമായി സംസാരിക്കുന്ന രീതിയിലുള്ള, ഷെഫീന എന്ന് പറയുന്നത് അറിയാലോ, ഇൻഫ്ലുവൻസറിനെ മോശമായി സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അതിനി സജ്നയാണോ സജ്നയല്ലേ എന്നൊന്നും എനിക്കറിയില്ല. 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്ന ഒരു വീഡിയോ ആണ് സജ്നേൻ്റെ വീഡിയോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് വീഡിയോ, എന്താണ് കോണ്ടന്റ് എന്ന് മനസ്സിലായില്ല. പക്ഷെ ഇന്നാണ് ഏകദേശം എല്ലാത്തിനും ഒരു തീരുമാനം ആയിട്ടുള്ളത്. സജ്ന എന്ന് പറയുന്നത് ഒരു രേണുസുധി സപ്പോർട്ടർ എന്ന് യൂട്യൂബിൽ കാണിക്കുകയും പുറകിൽ നിന്ന് രേണുസുധീനെ കുത്തുകയും ചെയ്യുന്ന ഒരാളാണ്. അതെനിക്ക് റിയലൈസ് ചെയ്തത് അതിൽ വ്ളോഗ്സ് ഇന്നാളുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ഓഡിയോ കേട്ടതിൽ കൂടിയാണ്. അപ്പം എൻ്റെ ചാനലിൽ കൂടെ കൺവേ ചെയ്യാൻ ഹുയ് സജ്ന എന്താണ് പറഞ്ഞത്, അതിനുശേഷം ആരെയാണ് പറഞ്ഞത്, എന്തൊക്കെയാണ് പറഞ്ഞത്, അതിൻ്റെ റിഫ്ലക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കോൺവെർസേഷൻ. സോ നമുക്ക് ഓരോന്ന് വിധം നോക്കാം. ആദ്യം സജ്ന പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോവാം. അതെന്തായാലും പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ അങ്ങനെ ഒരു ഇത് ഇങ്ങോട്ട് ഇട്ട് തന്നത് യഥാർത്ഥത്തിൽ ഇത് നിങ്ങൾക്ക് ആർക്കും അല്ല കേട്ടോ. നിങ്ങൾക്ക് ഈ ബ്ലോഗം വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, ഞാൻ ഷെഫിനത്തൊക്കെ വേണ്ടി തന്നെയാണ് ആ വോയിസ് ഇട്ടത്. ബിഷപ്പിൻ്റെ ഒരു ഓഡിയോ കയ്യിലിരിപ്പുണ്ടെന്ന്. കാരണം അവർ ഇത്രയും കിടന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഇവർക്ക് വേറൊരാൾ കൊടുക്കുന്ന വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് ആ വോയിസ് റെക്കോർഡിനകത്തുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല. ഷെറക്ക് എന്ന് പറയുന്ന പോലെ ഞാൻ തന്നെയല്ലേ വോയിസിന്റെ കാര്യം ഇട്ടത്. ഇതാണ് സജ്ന എന്ന് പറയുന്ന യൂട്യൂബർ. ഇത് ആളുടെ സോഷ്യൽ മീഡിയയിൽ ആൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ആൾ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഒരു ഓഡിയോ ഉണ്ട്. ആരുടെ ഓഡിയോ എന്ന് വെച്ചാൽ ബിഷപ്പിൻ്റെ ഓഡിയോ. അപ്പം ഇവിടെയും വിഷയം കറങ്ങി ചെന്ന് നിൽക്കുന്നത് രേണുസുധീൻ്റെ വീട്ടിലാണ്. രേണുസുധീൻ്റെ വീട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സ്ഥലം കൊടുത്തതാണ് ബിഷപ്പ്. ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുക്കാം. വീടുണ്ടാക്കി കൊടുത്തതാണ് ഫിറോസ്.
മതിലുണ്ടാക്കി കൊടുത്തതാണ് മറുനാടൻ. 3 ടീമുകൾക്കും നല്ല രീതിയിലുള്ള നന്ദി കെട്ട കിട്ടലുകൾ രേണുവിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, രേണു സുധീൻ്റെ അച്ഛനാണ് മതിലിൻ്റെ അടുത്ത് വന്ന് നിന്ന് മതിലിനെ കടന്ന് കുറ്റം പറഞ്ഞിട്ടുള്ളത്. വീടും ഫിറോസിനെയും 24 മണിക്കൂറും കുറ്റം പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ബിഷപ്പിനെയും കുറ്റം പറഞ്ഞു. ഏതോ കാട്ടിനുള്ളിലുള്ള സ്ഥലത്താണ് കൊടുത്തത്. അപ്പം ഇവരെ സഹായിച്ചിട്ടുള്ള വ്യക്തികൾക്ക് 3 ആൾക്കും നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടാവുന്നതിൽ മാക്സിമം കിട്ടി അവിടെ നിൽക്കുകയാണ്. മറുനാടനാണ് പിന്നെയും കുറച്ച് കുറവുള്ളത്. അപ്പോൾ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തിയെയാണ് ഇപ്പം കരളി അവരുടെ ഒരു ഫോക്കസ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് രേണു സുധി, പ്രത്യക്ഷത്തിൽ രേണു സുധി സപ്പോർട്ടറായിട്ടുള്ള സജ്ന ആളുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് പറയാണ്, നിങ്ങൾ ഘോര സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ഫാദർ ബിഷപ്പിൻ്റെ ഒരു നോബൽ ഫാദർ ബിഷപ്പിൻ്റെ ഒരു വോയിസ് റെക്കോർഡ് എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് വന്ന് പറയുകയാണ്. ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു സാധനം പറയുമ്പം ഫാദർ ബിഷപ്പ് എന്ന് പറയുന്നത് രേണുവിന് സ്ഥലം കൊടുത്തതാണ്. ഓട്ടോമാറ്റിക്കലി ഫാദറിൻ്റെ ബിഷപ്പിൻ്റെ ഒരു ഓഡിയോ ഉണ്ട് എന്ന് പറയുമ്പം എന്താ കരുതുക, ബിഷപ്പിനെ കൊടുക്കാനുള്ള എന്തോ ഒരു സാധനം ഉണ്ടെന്ന്. രേണു സുധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ അന്തം ഫാൻസുകളും രേണു സുധീനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ അന്തം സപ്പോർട്ടേഴ്സും, ഇപ്പം നിങ്ങൾക്ക് വേണം ഞങ്ങൾ അന്തെന്ന് വിളിക്കാം കേട്ടോ, ഓൾവേസ് വെൽക്കം, ആൾക്കാരും കൂടെ കയറി മേ ബി അച്ഛനോട് ചോദിച്ചിട്ടുണ്ടാവാം, അല്ലെ അച്ഛൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് വന്നിട്ടുണ്ടാവാം, ഘോരെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ആദ്യം തന്നെ ചേച്ചി ആ ഓഡിയോ എന്താണെന്നുള്ളത് ഒന്ന് പുറത്തിടണം. ഇതൊരു റിക്വസ്റ്റാണ്. കാരണം ഓഡിയോ എന്താന്ന് കേട്ടാലല്ലേ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റുമോ. എൻ്റെ കയ്യിൽ ഇതുണ്ട്, ഇപ്പം പൊട്ടു എന്ന് പറഞ്ഞു നിന്ന കാര്യത്തിൻ്റെ ഒരു തീരുമാനമാവില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ഓഡിയോ ഇട്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് സംസാരിക്കാൻ പറ്റും. ഇതിപ്പോൾ ചേച്ചി ആഗ്രഹിക്കുന്നത് ഇത് പറയുന്നതിൽ കൂടെ അച്ഛന് എന്തെങ്കിലും കുറ്റം പറയണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിലും ഞങ്ങൾക്ക് ഓഡിയോ കേൾക്കണമല്ലോ. നിങ്ങൾക്ക് എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിക്കോ. ഞാൻ ഇട്ട വീഡിയോയ്ക്കകത്ത് ചുമ്മാ വന്നിരുന്ന് വളവള എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നതല്ല. പറയേണ്ടുന്ന പോലെ അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ തന്നെയാണ് സജീന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വോയിസ് റെക്കോർഡ് കേട്ട് ബിഷപ്പിനെ സഹതപിക്കുകയോ പരിതപിക്കുകയോ ആരും ചെയ്യണ്ട. പക്ഷേ ഞങ്ങൾക്ക് ഈ വോയിസ് കേട്ട എനിക്ക് നിങ്ങളോടൊക്കെയാണ് സഹതാപം, ഒരു അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത് അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ പറയുന്നുണ്ടല്ലോ, ഒരുപാട് പേർക്ക് കോൺടാക്ട് കാണുമല്ലോ, ആ വോയിസ് അങ്ങ് ഇട്ട് തരാൻ പറ. വോയിസ് എന്തായാലും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ആ വോയിസ് ഒന്ന് ഇട്ട് തരാൻ പറ. അത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്താണെന്ന് വെച്ചാൽ. ഓക്കെ, ഞാൻ കേട്ടത് കൊണ്ടാണ് പറഞ്ഞത്. ഞാനൊരു വ്ളോഗറാണ്. ഇപ്പം ഞാനിപ്പോൾ രേണു സുധി അങ്ങ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. രേണു സുധി അങ്ങ് വെളുപ്പിക്കുന്നു, രേണു സുധി അങ്ങ് ചെയ്യുന്നിരിക്കുന്നു പറയുന്നു. ഈ രേണുവിൻ്റെ വൈകുന്ന എന്നെക്കുറിച്ചൊരു അവരവസ്ഥ കേട്ടാൽ ഞാൻ അങ്ങനെ പ്രതികരിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള 2 പീസ് ഞാൻ അതിൽ കട്ട് ചെയ്തെടുത്തേ. ഇതിലാൾ പറയുന്നത് ഞാൻ വെറുതെ വായിക്ക് തോന്നി സംസാരിക്കല്ല. നമ്മൾ ആരും ഇവിടെ വായിക്ക് തോന്നിയല്ല സംസാരിക്കുന്നത്. ഞാനിവിടെ ഒരു കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലുള്ള ക്ലിപ്പ് എടുത്ത് വെച്ച് മാത്രമേ സംസാരിക്കൂ. ഈ പുള്ളിക്കാരി പറയുന്നത് ഞാൻ വെറുതെ ഒന്നും അല്ല പറയുന്നത്, എൻ്റെ കയ്യിൽ വളരെ ക്ലിയർ ആയിട്ട് ഓഡിയോ ഉണ്ട്. ആ ഓഡിയോനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത് എന്നാണ് ആൾ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് തിങ് ആളിതിൽ പറയുന്ന അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും അച്ഛനായിട്ട് കോൺടാക്റ്റ് ഉണ്ടല്ലോ, അപ്പം അച്ഛനെ വിളിച്ച് ചോദിക്കുക, അച്ഛൻ തരും ഓഡിയോ എന്താണ്. ആരാ പറഞ്ഞത് നിങ്ങൾ അച്ഛനുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടെന്ന്? ഇവിടെ എൻ്റെ തന്നെ 2-3 വീഡിയോൻ്റെ താഴെ ഫാദർ കമൻറ്റ് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ലൈവ് വരുന്ന സമയത്തും എന്തൊക്കെയോ റെസ്പോണ്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. എന്നല്ലാണ്ട് ഞാൻ ഈ ഫാദറായിട്ടൊന്നും കോൺടാക്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഫാദറിനെ വിളിച്ച് ഓഡിയോ ചോദിക്കൽ പാടാം. എന്തായാലും നിങ്ങളുടെ കയ്യിൽ ആ ബോംബുള്ള സ്ഥിതിക്ക് ഇപ്പോൾ പൊട്ടും പറയുന്നതിലും നല്ലത് ഏറ്റവും കൂടുതൽ ആ സാധനം എടുത്ത് പൊട്ടിക്കുന്നതാണ്. പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പരിപാടി അങ്ങ് കഴിയുമല്ലോ. വെറുതെ ഈ പൊട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങളും നിൽക്കേണ്ട, പൊട്ടുന്നേയും കാത്ത് ഞങ്ങളും നിൽക്കണ്ടല്ലോ. അപ്പം ഇതാണ് ഈ ഒരു വിഷയത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. രേണു സുധിയുടെ സപ്പോർട്ടറായിട്ടുള്ള സജിന വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുകയാണ്, അച്ഛൻ ഫാദർ നോബലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓഡിയോ എൻ്റെ കയ്യിലുണ്ട്, ആ ഓഡിയോ ഞാൻ ഇന്ന് പുറത്ത് വിട്ടു എന്ന് ഘോരെ അങ്ങ് പ്രസംഗിക്കുകയാണ്. അങ്ങനെ ഈ ഒരു സാധനം പുറത്തു വന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക, അച്ഛൻ അഗെയിൻസ്റ്റ് ഒരു മാസീവായിട്ടുള്ള അറ്റാക്ക് വരും. ഇപ്പോൾ കരളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, രേണു സുധിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സപ്പോർട്ടേഴ്സ് ഉണ്ട്, നല്ല രീതിയിലുള്ള ഒരു ഫാൻ ബേസസ് ഉണ്ട്, നല്ല രീതിയിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, രേണു സുധിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, രേണു സുധിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും പേഴ്സണൽ ഇൻസ്റ്റഗ്രാം ഓർ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ചെന്നിട്ട് രേണുവിന് അഗെയിൻസ്റ്റ് വീഡിയോ ഇടുന്നതിന് ചീത്തവിളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പല കോണ്ടന്റ് ക്രിയേറ്റേഴ്സും എക്സ്പോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു സാധനം കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ട പാതി പല ആൾക്കാരും ചെന്നിട്ട് അച്ഛൻ അഗെയിൻസ്റ്റ് സൈബർ ബുള്ളിങ് ഉണ്ടാവാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. അപ്പോൾ അത് അച്ഛനെ കുറേ ബാധിക്കാൻ തുടങ്ങി. ആൻഡ് മോർ ഓവർ ആളൊരു ഫാദറാണ്, ആളൊരു ബിഷപ്പാണ്, ആളുടെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആളുടെ ഒരു ലൈഫ് എന്നൊക്കെ പറയുന്നത് സാധാരണ മനുഷ്യന്മാരിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. അത് ആളെ ഭയങ്കര എഫക്റ്റ് ചെയ്യുകയും ആൾ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആളുടെ സൈഡിൽ നിന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതും ഒന്ന് കേട്ടു നോക്കാം. ഞാൻ വളരെ വിഷമത്തോടാണ് ഇപ്പൊ ഈ വോയിസ് അയക്കുന്നത്.
അതായത് ചില വ്ളോഗേഴ്സിന്റെ വ്ളോഗിനകത്ത് ഇപ്പം ഇങ്ങനൊരു വ്ളോഗ് വന്നായിട്ട് ഞാൻ അറിഞ്ഞു. എൻ്റെ എന്തോ വോയിസ് റെക്കോർഡ് എവിടെയോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുള്ളത്. അതിന്റെ റീസൺ എന്താന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുൻപ് ഈ രേണു സുധിയുടെ മൊബൈലിൽ നിന്ന് എൻ്റെ സ്റ്റാഫിന്റെ മൊബൈലിലേക്ക് ഒരു കോള് വരികയുണ്ടായി. ആ സമയത്ത് ഇവിടെ ചായ കുടിയുടെ സമയമാണ്, 4 മണി കഴിഞ്ഞ സമയമാണ്. ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പയ്യൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഒരു ഫോൺ ഉണ്ടെന്ന് പറയാൻ എൻ്റെ അടുത്ത് തന്നു. ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുകയാണ് അവിടുന്ന് അപ്പുറത്തു നിന്നാന്ന് പറഞ്ഞു. ശരി, എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ രേണു സുധിയുടെ ജ്യേഷ്ഠത്തെയാണ് എന്നോട് സംസാരിച്ചത്. വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എന്താ അതിന്റെ കാരണം? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഇതാണ്: വ്ളോഗേഴ്സും അങ്ങനെയുള്ള ആൾക്കാർ വീഡിയോ ഇടുന്നത് ഞാൻ പറഞ്ഞിട്ടല്ല അവരൊരു വീഡിയോസ് ഇടുന്നത്. അവർ വീഡിയോ ചെയ്യാൻ വേണ്ടി ചാനലുകൾ തുറന്നു വെച്ചിരിക്കുന്നത്, അവർക്ക് ഇഷ്ടമുള്ള മാറ്ററുകൾ അവർ വീഡിയോ ചെയ്യുന്നു, അവർക്ക് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാകുന്നു, അവർക്ക് ക്യാഷ് ഉണ്ടാകുന്നു. അവർ ഓരോ ദിവസം ഓരോ കണ്ടന്റുകൾ വെച്ചിട്ട് അവർ വീഡിയോസ് ചെയ്യുന്നു. ചില ദിവസം എൻ്റെ പേര് പരാമർശിക്കുന്നു. എനിക്കിതിനകത്ത് യാതൊരു വിധമായിട്ടുള്ള എൻ്റെ യാതൊരു വിധമായ നിർബന്ധം കൊണ്ട് ഞാൻ ഇന്ന് വരെ ഒരു വ്ളോഗേഴ്സിനോട് വിളിച്ച് പറഞ്ഞിട്ടില്ല എനിക്ക് അനുകൂലമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്നോ, അല്ലെ എന്നെ പ്രൊട്ടക്ട് ആവശ്യമില്ല. കാരണം എൻ്റെ ജോലി വേറൊരു ജോലിയാണ്. ഞാനൊരു മിഷണറി ബിഷപ്പായിട്ടാണ് സേവനം ചെയ്യുന്നത്. എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ധാരാളം പേര് എൻ്റെ പിൻപിൽ സമൂഹത്തിൽ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ സോഷ്യൽ മീഡിയ എല്ലാം തന്നെ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അതിനകത്ത് നല്ല കാര്യങ്ങൾ കണ്ടാൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് കമന്റുകൾ ഇടാറുണ്ട്. ഇന്ന് വരെ ഒരാളെ കുറ്റപ്പെടുത്തി ഒരു കമന്റ് ഞാൻ എഴുതിയിട്ടില്ല. വ്യക്തികളെ പറ്റിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജോലിയെ പറ്റിയോ പ്രൊഫഷനെ പറ്റിയോ അല്ലെങ്കിൽ അവരെ ഒന്നിനെ പറ്റി മോശമാക്കുന്ന ഒരു കമന്റ്സ് ഞാൻ എവിടെയും ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ ഒരു വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അവർ ചെയ്യുന്ന വ്ളോഗുകൾ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാറുണ്ട്. അത്രയും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുപോലെ വ്ളോഗേഴ്സിന് എഗനസ്റ്റ് ആയിട്ട് ഡബിൾ സ്റ്റാൻഡ് എടുത്ത് ഞാൻ ഇന്ന് വരെ എവിടെയും ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല. പിന്നെ ഇന്ന് വരെ രേണു സുധിക്ക് എതിരായിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു വ്ളോഗേഴ്സിനെ കേരളത്തിൽ ഒരു വ്യക്തികളെ ഞാൻ സമീപിച്ചിട്ടേ ഇല്ല ഇന്ന് വരെ. എനിക്കതിന്റെ ആവശ്യം എന്താണ്? എനിക്കതിന് സമയമില്ല. കാരണം എനിക്ക് അവരുടെ കാര്യം നോക്കാൻ സമയമില്ല. എൻ്റെ കാര്യം തന്നെ നോക്കാൻ എനിക്ക് സമയമില്ലാതിരിക്കും. ഞാൻ എന്തിനാ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് മറ്റുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഓഡിയോസ് എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇതിൽ അച്ഛൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, രേണു സുധിയുടെ സിസ്റ്ററാണ് ഈ അച്ഛനെ കോണ്ടാക്ട് ചെയ്യുന്നത്. ആൻഡ് അച്ഛനെ അല്ല കോണ്ടാക്ട് ചെയ്തത്, അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ കോൾ അറ്റൻഡ് ചെയ്തത്. എന്നിട്ട് അച്ഛനെ കൈമാറ്റം ചെയ്തതാണ്. അവർ വിളിച്ച പാട് തന്നെ ചോദിച്ച 3-4 ചോദ്യങ്ങളാണ്. ഒന്ന്, രേണു സുധിക്ക് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് വീഡിയോ വരുന്നുണ്ട്. ആ വീഡിയോ വരാനുള്ള കാരണം അച്ഛനാണോ? അച്ഛൻ ഇവർക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി കൊടുത്തതാണോ എന്നുള്ളൊരു പോയിന്റാണ് ഇവരോട് ചോദിക്കുന്നത്. ആൻഡ് രണ്ടാമത്തെ ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അച്ഛൻ പറയാണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരു സാധനം വരില്ലല്ലോ. പല വീഡിയോയിലും താഴെ കയറിയിട്ട് അച്ഛൻ കമൻറ്റുകൾ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അച്ഛൻ പറഞ്ഞതിൻ്റെ ബേസിസിലായിരിക്കുമല്ലോ ഇവർ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് അച്ഛൻ യൂട്യൂബേഴ്സിനെ കൊണ്ട് രേണു സുധിക്ക് അഗെയിൻസ്റ്റ് വീഡിയോ ഇട്ടുകൊണ്ട് രേണു സുധീനെ സോഷ്യൽ മീഡിയയിൽ ഒരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിലാണ് രേണു സുധിയുടെ സിസ്റ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതൊരു കാര്യം ഞങ്ങൾ പറയട്ടെ, ഞങ്ങളെ കാര്യം ഞാൻ പറയുന്നില്ല, ഞാൻ എൻ്റെ കാര്യം പറയാണ്. എൻ്റെ ചാനലിൽ ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോയും എന്നോട് ഒരാളും പറഞ്ഞിട്ടിട്ടതല്ല. എനിക്ക് ഇടണം എന്ന് തോന്നിയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുള്ളതാണ്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുള്ളതാണ്. എന്നോട് ഇന്നേ വരെ ഒരു വ്യക്തിയും ഇന്ന ടോപ്പിക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്തിട്ടില്ല. ചില സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ ഞാൻ കാണാണ്ട് പോകുന്ന സമയത്ത് ചേച്ചി ഈ ഒരു ടോപ്പിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ട് എന്ന് പറഞ്ഞ് DMs വരിക എന്നല്ലാണ്ട് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ആളെ സപ്പോർട്ട് ചെയ്ത് പറയണം എന്നൊരു സാധനമൊന്നും വന്നിട്ടില്ല. ഈവൻ ബിഗ് ബോസിൻ്റെ സമയത്ത് അനീഷിന് ബന്ധപ്പെട്ട ഒരു 5 വീഡിയോ ഇട്ടപ്പോഴേക്ക് എന്നെ പിടിച്ച് അനീഷിനെ VR ആക്കി. അതാണ് ഇപ്പോഴത്തെ ജനങ്ങളുടെ ഒരു മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് രേണു സുധിയുടെ വീഡിയോസ് ഒന്നും ഞങ്ങൾ വെറുതെ ഒന്ന് ക്യാമറ തുറന്നു വെച്ചിട്ട് രേണു സുധി ഇല്ല, നമ്മുടെ രേണു സുധി ഫിറോസിന് അഗെയിൻസ്റ്റ് ആണ്, നമ്മുടെ ബിഷപ്പിന് അഗെയിൻസ്റ്റ് ആണ്, ഇങ്ങനെ നമ്മൾ ഇന്നേ വരെ സംസാരിച്ചിട്ടില്ല. രേണു സുധി പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് സംസാരിച്ചത്. ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് വീടുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഓൾറെഡി സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് തീർന്നിട്ടാണ് രേണു സുധി ബിഗ് ബോസ് പോയത്, അല്ലേ? അറിയില്ലേ? എന്നിട്ട് ബിഗ് ബോസിൽ നിന്ന് തിരിച്ചിറങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷം ശാരികേനെ കൂട്ടി ഇൻ്റർവ്യൂ വിളിച്ചിട്ട് വീടിൻ്റെ കുറ്റം പറഞ്ഞിരുന്ന ആളാണ് നിങ്ങളുടെ പെങ്ങൾ രേണു സുധി.
അപ്പം ഇങ്ങനെ കണ്ടന്റുകൾ രേണുസുതിയായിട്ട് തന്നെ സോഷ്യൽ മീഡിയ, രേണുസുതിയാണ് പോയ സമയത്ത് പറഞ്ഞത് ഞാൻ എൻ്റെ പുതിയ ഭർത്താവിനെ കൂട്ടി ആ വീട്ടിൽ കൂടൂല, ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും, എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ ആഗ്രഹമില്ല, ഇതിലും ഭേദം വാടക വീട്ടിൽ നിൽക്കുന്നതാ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് രേണുസുതി തന്നെയാണ്. ഇതിനെയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും രേണു പറയാത്തൊരു സാധനത്തെ എടുത്ത് റിയാക്ട് ചെയ്യില്ല. അല്ലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫാദറിന് എന്തെങ്കിലും ഓഡിയോ വെച്ച് റിയാക്ട് ചെയ്യും, ഞങ്ങൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്, ഓക്കെ ഫൈൻ. അല്ലെ രേണു പറയാത്തൊരു കാര്യം വെച്ച് ഞങ്ങൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്, ഓക്കെ ഫൈൻ. ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നീലക്കുയിൽ, പിന്നെന്താ മെയിൻ സ്ട്രീം ഓൺലൈന്, പിന്നെ കുറേ ഓൺലൈൻ മീഡിയക്കാരുടെ മുമ്പിൽ വന്ന് ഇരുന്ന് രേണു പറയുന്നതും കാണിക്കുന്നതും കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളും എല്ലാം എടുത്താണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് ഫാദറിൻ്റെ പേരിൽ പറയാൻ പറ്റുക? എല്ലാവരും ഫാദറിനെയും ഫിറോസിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ ചുരുക്കം പേര് മാത്രമേ ഫാദറിനും ഫിറോസിനും എഗെയിൻസ്റ്റ് നിൽക്കുന്നുള്ളൂ. അതേ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഞങ്ങൾ കുറച്ച് നന്ദിയുള്ള മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ ഞങ്ങൾ നന്ദിയുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. കാരണം ഒരു വീട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു വീട് കെട്ടിക്കൊടുക്കുക, ഒരു 7 സെൻറ്റ് സ്ഥലം ഫ്രീ ആയിട്ട് കൊടുക്കുക, അവിടെ ഒരു വീടുണ്ടാക്കി മതിലുണ്ടാക്കി കൊടുക്കുക, അവിടെ അതിന് അത്രയും ബെഡ്റൂമും ടോയ്ലറ്റും എല്ലാം വെച്ചുകൊണ്ട് നല്ലൊരു വീട് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യമല്ല. 500 രൂപ പോലും കയ്യിലെടുക്കാനില്ലാണ്ട് വീടിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് കടന്നൊരു കാലം പെങ്ങൾക്കുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ സൗഭാഗ്യങ്ങളെല്ലാം കിട്ടിയത്. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പുറത്തിറങ്ങി പിന്നെ കുറച്ച് പൈസയായി കഴിഞ്ഞപ്പോഴേക്ക് ചുറ്റുള്ള ആൾക്കാരെ ഒന്നും കാണാണ്ട്, അവരെ ഒന്നും മൈൻഡ് ചെയ്യാണ്ട്, അവരെ മുഴുവൻ പുച്ഛിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിനൊക്കെ എഗെയിൻസ്റ്റ് ഇരുന്ന് സംസാരിക്കും. അതിന് ഏതോ മൂലയ്ക്കിരിക്കുന്ന ഫാദറിനെ വിളിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു കോൺവെർസേഷൻ തുടങ്ങുന്നത്. ഇത് അത്യാവശ്യം ഒരു 2 ദിവസം മുമ്പോ ഇന്നലെ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഞാനെന്നാൽ അത് വലിയ മെയിനിൽ പറഞ്ഞിട്ടില്ല. ഞാനത് ഇപ്പോൾ പറയുന്നത് ഇന്നത്തെ വിഷയത്തിലോട്ട് കടക്കുന്ന സമയത്താണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കംപ്ലീറ്റ് ഓഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ വിവി ഹിയർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയാണ് ഞാൻ മെയിൻ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്തത് ഇന്ന് ഏകദേശം ഒരു 1-2 മണിക്കൂർ മുമ്പ് അതുൽ വ്ളോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബറിൻ്റെ ചാനലിൽ ഞാൻ 2-3 ഓഡിയോസ് കേൾക്കാൻ ഇടയായി. ആ 3-4 ഓഡിയോസ് ആരുടെയാണെന്ന് വെച്ചാൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സജ്നയാണ്. സജ്ന എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ രേണുസുതി ദ സപ്പോർട്ടർ, രേണുസുതിക്ക് എഗെയിൻസ്റ്റ് നിൽക്കുന്ന സജ്ന. അപ്പം ഇത്രയും ഘോരമായി ഓഡിയോകൾ ഉണ്ട് ഷെഫീന ബീവി കേക്കു എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച സമയത്ത് ഞാൻ കരുതിയത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബന്ധമാണ് രേണുസുതീൻ്റെ അടുത്ത് ഇവർക്കില്ലേന്ന്. പക്ഷെ ഇത് വെറും കപടമാണ്. ഫ്രണ്ടിൽ സ്നേഹിച്ച് നിന്ന് പുറകെ നിന്ന് കുത്തുന്ന ഐറ്റമാണ് എന്നുള്ളത് ഈ ഓഡിയോ കേട്ട സമയത്ത് മനസ്സിലായി. അപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ എക്സ്പോസ് ചെയ്യണം. ഇങ്ങനത്തെ കുറേ എണ്ണങ്ങൾ ഈ ലോകത്ത് നിൽക്കുന്നുണ്ട്. വേണമെങ്കിൽ മിണ്ടുക, വേണ്ടെങ്കിൽ മിണ്ടണ്ട, ഒഴിവാക്കി പോവുക. പക്ഷെ കൂടെ നിന്നുകൊണ്ട് കുത്തുക എന്ന് പറയുന്നത് ഇസ് നോട്ട് എ ഗുഡ് ആറ്റിറ്റ്യൂഡ്. സോ നമുക്ക് അതിൻ്റെ കുറച്ച് ഓഡിയോസിലോട്ട് പോകാം. ഇല്ല, നിങ്ങളടുത്ത് ഞാൻ ഇപ്പം ചോദിച്ചു, ഫിറോസൊക്കെ നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അവിടെ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ പിന്നെ അവിടെ പോയി പറയാൻ ചോദിക്കുമെന്ന് വെച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളാണെങ്കിൽ അത് ചെയ്യില്ല. അപ്പൊ രേണു അത് ചെയ്തപ്പം അല്ലേ സൂപ്പർ. അല്ല അങ്ങനല്ല അതിനകത്ത് വേറെ ഒരു അവളെ കണക്കല്ലല്ലോ നമ്മളൊരു ഫീൽഡിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ഒരു ഭർത്താവിന്റെ അപ്പൊ അവളെ കണക്കല്ല നിങ്ങൾ സമ്മതിച്ച്. ഈ ഒരൊറ്റ ഓഡിയോയിലുണ്ട് ആളുടെ ഒരു യഥാർത്ഥ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ആള് രേണുവിനെ ഫുൾ ടൈം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ കോൺവെർസേഷനിടയിൽ അതുൽ എന്ന് പറയുന്ന വ്യക്തി ഈ പെർട്ടിക്കുലർ ആളുടെ അടുത്ത് വളരെ ക്ലിയർ ആയിട്ട്, സച്ചിന എന്ന് പറയുന്ന ആളുടെ അടുത്ത് ക്ലിയറായി ചോദിക്കുകയാണ്, ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് വീടുണ്ടാക്കി തരികയാണെങ്കിൽ നിങ്ങൾ ആ വീടിനെ കുറ്റം പറയുമോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദിക്കുന്ന സമയത്ത് നമ്മളുടെ സ്വന്തം സജ്ന ചേച്ചി പറയാം, ഞാൻ പറയില്ല, കാരണം ഞാൻ അവളെ പോലെയല്ല. അത്രയേ ഉള്ളൂ. ഇത്രയും നേരം എന്താണ് പറഞ്ഞത്? രേണുവിന് വേണ്ടി ഗൊര പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ഇപ്പോൾ വന്ന് പറയുന്നത്, ഞാൻ പറയില്ല, ഞാൻ അവളെ പോലെയല്ല, ഞാൻ അവളെ പോലെ അത്ര ലോക്കലല്ല, എനിക്ക് നന്ദിയുണ്ട്, എനിക്ക് ഭർത്താവും കുട്ടിയും കുടുംബവും ഉണ്ട്, ഞാൻ നന്ദിയുള്ള ആളാണ്, പിന്നെ ഞാൻ എങ്ങനെയാണ് പറയുക? എവിടെയാ സ്റ്റാൻഡ്? എടോ, നല്ലൊരു സുഹൃത്താണ് എന്താ ചെയ്യേണ്ടത് അറിയോ? നമ്മളുടെ സുഹൃത്തുക്കൾ ചെയ്യുന്ന തെറ്റുകൾ അവരുടെ മുഖത്ത് നോക്കി അവരെ പറഞ്ഞ് മനസ്സിലാക്കി കറക്റ്റ് ചെയ്യാൻ പറ്റണം. അവിടെയാണ് നിങ്ങളൊരു നല്ല സുഹൃത്താവുന്നത്. പകരം പിന്നിൽ നിന്ന് കുത്തുകയല്ല, മുമ്പിൽ വന്ന് കെട്ടിപ്പിടിച്ച് ബാക്കിൽ നിന്ന് അവരെ കുറ്റം പറയുന്നത് ഒരിക്കലും നല്ല സുഹൃത്തിന് ചേർന്നിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡല്ല. ഇവിടെ അതല്ല നിങ്ങൾ ചെയ്യുന്നത്. രേണുവിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് രേണുവിന് എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് ചെയ്യുന്നു. ബാക്കിൽ നിന്ന് എന്താ പറയുന്നത്? ഞാൻ അവളെ പോലെയല്ല, ഞാൻ എക്സ്ട്രാ ഡീസൻ്റ് ആണ്, ഭയങ്കര ഡീസൻ്റ്. ഇങ്ങനത്തെ ടീമാണ് ഏറ്റവും വലിയ ഡീസൻ്റ്. അല്ലതില് നമ്മളെല്ലാരും കിടന്ന് പെടാപ്പാട് പെടുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഭൂമി, ഒരു കിടപ്പാടം, അത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഡ്രീമാണ്.
ഇത് ഇത്രയും സഹായം ചെയ്ത ബിഷപ്പ് മോശക്കാരനാണെന്നോ അല്ലെങ്കിൽ അയാൾ അല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ പറയുന്നത് അങ്ങേരെ കയ്യിലിരിക്കുന്ന 7 സെന്റ് വസ്തു എടുത്ത് ഓസിന് കൊടുത്തു. അതിന്റെ നന്ദി കാലാകാലം വന്നിരുന്ന് കാല് കഴുകി വെള്ളം കുടിക്കണമെന്ന് ഒന്നും ഞാൻ പറയൂല. ഒരു നന്ദി അവർക്കിടയിൽ നമുക്ക് രണ്ട് കൂട്ടർ പോസിറ്റീവ് പറയുന്നവർക്കാരും നെഗറ്റീവ് പറയുന്നവർക്കും അറിഞ്ഞുകൂടാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്ത് പ്രശ്നം? ഉണ്ടായിരിക്കും. ഒരു പേഴ്സണലി പ്രശ്നവും ഇല്ല. ഞാൻ അവിടെ പോയത് തന്നെ, നിങ്ങളും പോയതല്ലേ? എവിടെ? ബിഷപ്പിന്റെ വീട്ടിലൊന്നും ഞാൻ പോയിട്ടില്ല. വീട്ടിലല്ല, ആ ഏരിയയിൽ എന്തൊക്കെ പോയിട്ടില്ലേ? രേണുവിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അത് തന്നെ കണ്ടതല്ലേ? എന്ത് കുഴപ്പം? ബിഷപ്പിന്റെ വീട്ടിലൊന്നും പോയിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അന്ന് ആ പിന്നെ എന്നിട്ട് മറുനാടൻ കേരളന്നുണ്ടായിരുന്നു. മറുനാടൻ വെച്ചു കൊടുത്ത മതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മറുനാടൻ പൈസയാണ് കൊടുത്തത്, അല്ലാണ്ട് പണിക്കാരെയും പറഞ്ഞ അതാ ഈ പറഞ്ഞതിന്റെ ഇയാള് പോയിട്ടുണ്ട്, ഇയാൾ കണ്ടല്ലോ ആ മതില്. അത് വച്ചതും ചെയ്തതും മനസ്സിലായ? വച്ചതും ചെയ്തതും മറുനാടനല്ല, മറുനാടൻ പൈസ കൊടുത്ത് അവർ ഇമാജിൻ ചെയ്തുണ്ടാക്കിയതല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇവര് പറഞ്ഞത്. അപ്പൊ ആൾക്കാരെല്ലാരും ഇത്രയും ചെയ്ത് കൊടുത്തിട്ട് അതിനകത്ത് കുറ്റം പറയുന്നുള്ളൊരു നന്ദികേടാണ്. എല്ലാ ആൾക്കാർ ഈ പറയുന്നതിന് ഒരു തരത്തിലുള്ള തെറ്റുമില്ല. ഒരു തരത്തിലുള്ള തെറ്റും നമുക്ക് പറയാൻ സാധിക്കില്ല. നന്ദി കേട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദി കേട് തന്നെയാണ്. കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് അതിനിരുന്ന് വേർഡ് ബൈ വേർഡ് കുറ്റം പറയാം. ഇപ്പം ഈ സജ്ന എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പം ഇവിടെ ഈ അതുലായിട്ടുള്ള കോൺവെർസേഷനിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും സ്ഥലം വാങ്ങി വീട് വെച്ചിട്ടുള്ള അവരെ ഞാൻ കുറ്റം പറയോ? ചേച്ചി അത് തന്നെയല്ലേ കുറച്ച് മുമ്പ് പറഞ്ഞേ, അച്ഛൻ്റെ ഓഡിയോ ഉണ്ട്, അച്ഛൻ്റെ ഓഡിയോ ഞാൻ പുറത്തിട്ടാ കാണിച്ചു തരാം, പിന്നെ എവിടെയാണ് നിങ്ങൾ ഈ കുറ്റം പറയുമോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ചോദിക്കുന്നത്. ഇത് ചെറിയ കാര്യമല്ല. ഇത് തന്നെ പറയുന്നുണ്ട്, ഒരു പുണ്യപ്രവൃത്തിയാണ് ചെയ്തതെന്ന്. ആ പുണ്യപ്രവൃത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളെയാണ് നിങ്ങൾ കയറി സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് കൂടി നിങ്ങൾ ആലോചിക്കുക. പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ശ്രദ്ധിച്ചു, അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ അറിയാണ്ടിരിക്കുമോ? എൻ്റെ പൊന്ന് സജ്ന മാഡം അറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയാണ്. രേണു സുധിയും ഈ ഫാദറും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ സെക്കൻഡ് രേണു ഉള്ള മീഡിയക്കാരെ മുഴുവൻ വിളിച്ചു നിന്നിട്ട് വേണേൽ പത്രസമ്മേളനം നടത്തി രേണു എന്ന് പറയും. തോന്നുന്നുണ്ടോ? ഒരു വീടിൻ്റെ മതിൽ ചുരണ്ടിയേന് ക്യാമറക്കാരെ മുഴുവൻ വിളിച്ച് വീഡിയോ കാണിച്ച് അച്ഛനും വയ്യാത്ത അമ്മയും പെങ്ങളും മക്കളും എല്ലാവരും കൂടെ പോയി ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ള ആളാണ് രേണു സുധി. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തൊരു വഴക്കുണ്ടാകുന്ന സമയത്ത് ഇത് സീക്രട്ടായിട്ട് ഒളിപ്പിച്ച് വെക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ ഒരു പ്രശ്നവുമില്ല. രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ സാമ്പത്തിക നില കൂടി ആളുടെ സ്റ്റാറ്റസ് മാറി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വീട് ആൾക്കൊരു തൃപ്തിയില്ല. അപ്പോൾ കഷ്ടപ്പെട്ട് സുധിച്ചേട്ടൻ്റെ ആത്മാവിന് വേണ്ടി ഉണ്ടാക്കി തന്ന വീട് ഒഴിവാക്കി പോയിട്ടുണ്ടെങ്കിൽ അത് നാണക്കേടാണ്. അപ്പോൾ ഏറ്റവും നല്ലത് എന്ത് ചെയ്യുക? ആ വീടിനെ കുറ്റം പറയുക. അതുവഴി സോഷ്യൽ മീഡിയയിൽ ഒരു സ്പേസും ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയും അതുവഴി റീച്ചും കിട്ടും. പിന്നെ നൈസായിട്ട് ഈ വീട് ഒഴിവാക്കിയിട്ട് അവർക്ക് തോന്നുന്ന വഴിക്ക് തോന്നുന്ന രീതിയിൽ ജീവിക്കാൻ അവരെ കൊണ്ട് സാധിക്കും. കാരണം സുധിച്ചേട്ടൻ്റെ ഒരു ലേബലിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ പുള്ളിയായി ആളുമായി കണക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന പല കാര്യങ്ങളും ഒഴിവാക്കൽ കുറച്ച് പാടാണ്. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ ഒഴിവാക്കാൻ സാധിക്കൂ. നിങ്ങൾ ഒഴിവാക്കുന്നതിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ വീട് നിങ്ങൾക്കുള്ളതല്ല, നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്കോ നിങ്ങളുടെ ചേച്ചിക്കോ മക്കൾക്കോ ഉള്ളതല്ല. ആ വീടുള്ളത് നിങ്ങളുടെ മോനായിട്ടുള്ള ഋതപ്പനും കിച്ചുവിനും ഉള്ളതാണ്. അപ്പോൾ അവർക്ക് ആ വീട് വേണ്ട എന്ന് പറയുന്നിടത്തോളം കാലം ആ വീട് അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. പിറങ്ങാനോ ചാടി പോകാനോ വേണ്ടി കഷ്ടപ്പെട്ട് കുറ്റങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെ ഈ വീടിനൊരു ഡാമേജ് സംഭവിച്ചു എന്ന് കരുതി, എനിക്കിപ്പോൾ ഇവിടെ ഡാമേജ് കാണിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഡാമേജ് സംഭവിച്ചു എന്ന് കരുതി ഞാനിത് 10 കൊല്ലം മുമ്പോ അല്ലെങ്കിൽ 3 കൊല്ലം മുമ്പോ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ള ആളെ വിളിച്ച് ചീത്ത പറയുകയല്ല ചെയ്യേണ്ടത്. ഞാൻ അതിൻ്റെ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യേണ്ടത്. സോ സിമ്പിൾ. കിട്ടിയല്ലോ തന്ന അത്രേ ഉള്ളൂ. അതേ ഞാൻ ഇവിടെ ചോദിക്കുന്നുള്ളൂ. രേണുവിന് കംപ്ലൈന്റ് വന്നപ്പോ വീണ്ടും ഫിറോസ് അണ്ണന്റെയും ബിഷപ്പ് അണ്ണന്റെയും മറുനാടന്റെ അണ്ണന്റെ അണ്ണാക്കി കൊടുക്കാണ്ട് അവർക്ക് വന്ന പ്രശ്നം ശരിയാക്കിക്കൂടെ? അവർക്ക് പൈസ ഇല്ലാഞ്ഞിട്ടൊക്കെയാണ് ഈ ഫിറോസിക്ക് ഇങ്ങനെ വീട് വെച്ച് വന്നിട്ട് നാളെ നിങ്ങൾ അങ്ങനെ നെഞ്ചത്ത് പോകും. എങ്കിൽ നിങ്ങൾക്കും ക്വാളിറ്റി ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. അത്രേ ഞാൻ പറയത്തുള്ളൂ. എന്റെ അടുത്ത് അതാണ് എത്രയോ വീടില്ലാത്ത സ്ത്രീകൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങേര് ഇപ്പൊ ആ പരിപാടിയൊക്കെ നിർത്തി ഇനി ഇങ്ങനെ ചെയ്യൂലെന്നൊക്കെയാണ് പറയണതെന്ന് ഞാൻ പറഞ്ഞു. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതിൽ ഒരു റൂമും ഒരു ബാത്റൂമും ഒരു ചെറിയ അടുക്കളയും വെച്ചിട്ട് നമുക്ക് വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കയറി കിടക്കണം. വാടക വീടുകളിൽ കിടന്ന് പൈസകളും ഇല്ലാതെ കിടക്കുന്ന ആളുകളാണ്. കേൾക്കുമ്പോൾ അതൊന്നും ഞാൻ ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുൽ വ്ലോഗ്സിന്റെ ചാനലിൽ പോകാം. കുറേ ഓഡിയോകൾ കേട്ടുമ്പോൾ നമ്മൾ തന്നെ ചിരിച്ചു പോവുകയാണ്. ഇതാണ് ആളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. രേണു സുധിയെ പിടിച്ചുകൊണ്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന ഒരു കാര്യങ്ങളാണ്. വീഡിയോൻ്റെ എൻഡിലോട്ട് എന്നെ ബിഗ് ബോസിൽ കയറ്റി തരുമോ, ബിഗ് ബോസിൽ കയറാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് അതുൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ
മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരെയും വിശ്വസിക്കാണ്ട് നിൽക്കുക, ഒറ്റയ്ക്ക് ജീവിക്കാൻ ശ്രമിക്കുക, പറയുന്ന സ്റ്റാൻഡ് ഒന്നും കൂടെ ശ്രദ്ധിക്കുക, തെറ്റുണ്ടെങ്കിൽ മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളുടെ കൂടെ സപ്പോർട്ടായി നിൽക്കുന്ന ആൾക്കാർ പോലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവർ തന്നെ പറയാണ് അവളുടെ സ്വഭാവമല്ല എനിക്ക് അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പെരുമാറാൻ പറ്റില്ല. പിന്നെ എവിടെയാണ് നിങ്ങൾക്കൊരു ക്വാളിറ്റി ഉള്ളത്? സ്വയം ഒന്ന് ആലോചിച്ച് നോക്കൂ. രേണുസുതി തന്നെ ഇരുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക. രേണുസുതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ രേണുസുതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു അഭിപ്രായമാണ്, എനിക്കാണെങ്കിൽ ഒരു വീട് കിട്ടിയതെങ്കിൽ ഞാൻ സ്വർഗം പോലെ ആ വീട് കൊണ്ട് നടക്കും എന്നൊരു കമൻറ്റാണ് ഇപ്പോൾ ഈ പെർട്ടിക്കുലർ ആൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആളോടും ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് എന്ത് സ്റ്റാൻഡേർഡോ ഉള്ളത്? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ രേണുവിനെ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. രേണു, ഇതൊരു വലിയ കാര്യമാണ് നിനക്ക് കിട്ടിയത്, നീ ഈ ചെയ്യുന്ന നന്ദികേടാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണോ നിങ്ങളിൽ ഒരു ക്വാളിറ്റി ഉണ്ടാവുക? പകരം ഫ്രണ്ടിൽ സപ്പോർട്ട് ചെയ്ത് പിന്നിൽ നിന്ന് കുത്തുന്ന നിങ്ങളൊന്നും മനുഷ്യൻ്റെ ഗണത്തിൽ പോലും കൂട്ടാൻ പറ്റില്ല എന്നൊരു അഭിപ്രായം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.